നോക്കൂ ഷിബുമി, 2019 ഡിസംബർ മുതൽ 2020 മാർച്ചിന്റെ തുടക്കം വരെ രാജ്യം വലിയ തോതിലുള്ള അഭൂതപൂർവമായ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അത് ഉത്തരേന്ത്യയിൽ പലയിടത്തും സമരങ്ങൾ, പിന്നെ അതിനെ അടിച്ചമർത്തൽ, അതേ തുടർന്നുണ്ടാവുന്ന കാലുഷ്യങ്ങൾ എന്നുള്ള നിലയിലേക്കും നീങ്ങി. ഒരു ഡിവിഷൻ എന്ന് പറയാവുന്ന വിധത്തിൽ രാജ്യം കലുഷിതമായി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സമാനമായ ഒരു സാഹചര്യം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാപ്പിൽ പോയി, ആ കുരുക്കിൽ പോയി തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു മിനിറ്റ് അഭിലാഷ്, ഞാനതിന് മറുപടി പറയുന്നതിന് മുൻപ് ആവർത്തിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് CPM പ്രതിനിധി. ലീഗ് എന്തോ മൗനം പാലിച്ചു എന്നാണ്. ഇവരിപ്പോൾ ഈ ആവർത്തിച്ച് കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കേരള സർക്കാർ കേസ് കൊടുത്തു, DYFI കേസ് കൊടുത്തു. കേട്ടോളൂ, CAA ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗ് അതിനെ അതിശക്തമായി എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പാണല്ലോ നിങ്ങളുടെയും സർവകലാശാല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇടതുപക്ഷക്കാരുടെയും വാട്സപ്പിൽ പ്രചരിക്കുന്ന വീഡിയോ ഉണ്ട്. രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയോട് അന്ന് മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി നേർക്ക് നേരെ തർക്കിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ലീഗിന്റെ സമരം അവിടെ അവസാനിച്ചില്ല. PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന 4 അംഗങ്ങൾ പിന്നീടുള്ള കോടതിയുടെ പ്രവൃത്തി ദിവസം സുപ്രീം കോടതിയുടെ രജിസ്ട്രാർക്ക് മുൻപിൽ നേരിട്ട് ഹാജരായി അവിടെ വെച്ച് ഒപ്പിട്ട് കൊടുത്ത കേസുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ബാക്കി കേസുകൾ മുഴുവൻ വന്നത്. കോവിഡ് കഴിഞ്ഞപ്പോൾ കോടതി ആ കേസുകൾ പരിഗണിച്ചു. 258ഓളം ഹർജികൾ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന് മുൻപ് ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ കക്ഷികളോടും ഇന്ത്യയുടെ സുപ്രീം കോടതി കേരള സർക്കാരിനോട് അടക്കം പറഞ്ഞത്, നിങ്ങൾക്ക് പറയാനുള്ളത് 3 പേജിൽ കവിയാതെ എഴുതി തയ്യാറാക്കി ആ കക്ഷിയെ ഏൽപ്പിക്കുക. ആ കക്ഷിയുടെ കേസാണ് ലീഡ് കേസ്. അവരെയാണ് ഈ കോടതി ഈ കേസിൽ കേൾക്കുക. ആ കക്ഷി മുസ്ലിം ലീഗ് ആയിരുന്നു. ആ കേസിന് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. പിന്നീട് ഇങ്ങോട്ട് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളുടെയും ഭാഗമായി ഞങ്ങളുടെ കൈമുട്ടുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങൾ വലിയ ആവേശത്തിൽ പറയുന്നുണ്ടല്ലോ, കേരള നിയമസഭ പ്രമേയം പാസാക്കി. ഞങ്ങൾ ആ പ്രമേയത്തെ പിന്തുണച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം ഈ കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷയത്തെ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം എന്ന നിലക്കല്ല, കോൺഗ്രസിനെതിരായ ക്യാമ്പയിൻ മെറ്റീരിയൽ എന്ന നിലക്കല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ രക്ഷാവേഷം കിട്ടാനുള്ള അവസരം എന്ന ഒരല്പം സത്യസന്ധതയും മാന്യതയും ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സ്വീകരിക്കണമെന്ന് ദയവ് ചെയ്ത് ഉണ്ടാകണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തേത്, ഇത് തെറ്റിദ്ധാരണയാണ്. ഈ കെണിയിലേക്ക് മുസ്ലിം സമുദായം മാത്രം വന്നു വീഴുമെന്ന് പ്രതീക്ഷിച്ച് കെണിയൊരുക്കി ആരും കാത്തിരിക്കേണ്ട അഭിലാഷ്. പൗരത്വ സമരത്തിന്റെ ഭാഗമായി അഭിലാഷ് തന്നെ ചോദ്യത്തിൽ സൂചിപ്പിച്ചല്ലോ, രാജ്യത്ത് വലിയ അനിഷ്ട സംഭവങ്ങളുണ്ടായി, പോലീസ് അതിക്രമം ഉണ്ടായി. പൗരത്വ സമരത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയുടെ പേരെന്താണ് അഭിലാഷ്? സാം സ്റ്റഫോർഡ് എന്നാണ്. ആസാമിയാണ്. ബിഷപ്പ് സ്റ്റഫോർഡിന്റെ മകനാണ്, ഒരു ക്രൈസ്തവ സഹോദരനാണ്, 19 വയസ്സുള്ള ഒരു മ്യൂസീഷ്യൻ. ഇനി നിങ്ങൾ പറയേ ഇത് മുസ്ലിം വിഷയമാണോ? അല്ല. ആസാമിലും ബംഗാളിലും ഇന്നലെ ഉണ്ടായ സമരങ്ങൾ എന്താ കാണിക്കുന്നത്? അവിടെ മുസ്ലിങ്ങളല്ല സമരം ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ഇഷ്യൂ. ഇത് ബേസിക്കലായ വിഷയം രാജ്യത്തിന്റെ വിഷയമേ വേറെയാണ്. ആസാമിലെ ഈ പറഞ്ഞ സമരം ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം എന്താ? മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ ബംഗാളി കുടിയേറ്റക്കാരെ പൗരത്വം നൽകി ഇങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ല, അവരൊക്കെ പുറത്താക്കണം, അവരൊക്കെ നാട് കടത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഐ അഗ്രി. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മുസ്ലിം ഇഷ്യൂ അല്ല. ഇത് നടപ്പാക്കുമ്പോൾ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇതുണ്ടാക്കുന്ന വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ സമരങ്ങൾ ഉയർന്നു വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ആസാമിലെ വിഷയത്തിന്റെ മർമ്മം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ പറഞ്ഞത്. കോടതി സ്റ്റേ തന്നില്ലല്ലോ, ഇനിയും കോടതി പോയിക്കോ. ഒരു പരിഹാസ രൂപേണ പറയാണ്. കോടതി എന്ന് സ്റ്റേ നൽകാതിരുന്നത് ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചു. നിയമം തൽക്കാലം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഇന്റൻഷൻ ഇല്ല, ഞങ്ങൾ റൂൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞപ്പോൾ സ്റ്റേ ഉണ്ടായില്ല. ഇപ്പം നിങ്ങൾ റൂള് പുറത്തു കൊണ്ടുവന്നു. ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ആരുടെ അനുവാദവും അച്ചാരവും ആവശ്യമില്ല. ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളത് കോടതിയുടെ മുൻപാകെ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന് മുൻപിൽ, ഇന്ത്യയുടെ ജുഡീഷ്യറിക്ക് മുൻപിൽ നിൽക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. കോടതി ഇത് ബോധ്യപ്പെടുത്താൻ കഴിയും. കോടതി അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വരുന്നു. ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ രാജ്യത്ത് നേരത്തെ ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതിനെ ഈ രൂപത്തിൽ മതപരമായി അട്ടിമറിക്കുന്നത് ആ അഭയാർത്ഥികളോടുള്ള സ്നേഹമല്ല. ഡൽഹിയിൽ മഹിളാക്കി ടീല എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികൾ താമസിക്കുന്ന ഒരു കോളനി ഉണ്ട്. ഒന്ന് പോയിട്ട് നോക്കണം. അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, തകരപ്പാട്ടകൾക്ക് താഴെ കൊടും ചൂടത്തും പെരും തണുപ്പത്തും ആ മനുഷ്യർ കഴിയാണ്. അവർക്ക് വെള്ളവും വെളിച്ചവും കൊടുക്കേണ്ട പണി പോലും ഇക്കാലം അത്രയും എടുക്കാത്ത ഇവര് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കളിക്കുകയാണ്. മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഈ രാജ്യത്ത് കിട്ടാവുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ മുഴുവൻ, ഇൻക്ലൂഡിങ് PC ജോർജ്,
ഇവർ വലിച്ച് തലയിൽ വെക്കുന്നത് പരാജയ ഭീതി മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. ബാക്കിയൊക്കെ വളരെ പെരുമ്പറലായി വായിലെ നാക്കം കൊണ്ട് പറയുന്ന ആത്മവിശ്വാസമാണ്. BJP പരാജയം മുന്നിൽ കാണുന്നു. അതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്.